ഇതാണ് വിവോ T4X. ഫോണ് കാണാൻ കുഴപ്പമൊന്നുമില്ല. നല്ല ഇതിൻ്റെ സൗണ്ടൊക്കെ നല്ല പിക്ചർ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ C ടൈപ്പാണ് അതിൻ്റെ ഹെഡ്സെറ്റും ചാർജറൊക്കെ വരുന്നത്. ഫോണ് 4K വീഡിയോ പിക്ചർ ക്വാളിറ്റി ഉണ്ട്, ഫുൾ HD ഉണ്ട്. ക്യാമറ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 4K പിക്ചർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫോണാണ്, നല്ല സ്പീഡുണ്ട്, ഹാങ് ഒന്നുമില്ല. പിന്നെ ഫോണ് കാണാനും നല്ല നല്ല ചൊറുക്കുള്ള ഫോണാണ്. ഒരു ബ്ലൂയിഷ് കളറാണത്. വെയിറ്റും അത്ര വലിയ വെയിറ്റൊന്നുമില്ല, വെയിറ്റ് കുറവാണ്. അത്യാവശ്യം വീതിയുണ്ട് ഫോണ്. 4K പിക്ചർ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ C ടൈപ്പാണ് അതിൻ്റെ ഹെഡ്സെറ്റും ചാർജറൊക്കെ വരുന്നത്. ചാർജർ C ടൈപ്പ് തന്നെയല്ല വരും. ഹെഡ്സെറ്റിൻ്റെ ജാക്ക് പോർട്ടില്ല, C ടൈപ്പാണ്. രണ്ടും ഒരേ പോർട്ടാണ് വരുന്നത്. ഫോണിൻ്റെ ഉള്ളിലൊരു പൗച്ച്, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞ കളറാവും. മഞ്ഞ കളറാവില്ല എന്നൊക്കെ കമ്പനി പറയുന്നത്. ക്വാളിറ്റി ഉള്ളതാണ്, പണ്ടത്തെ മാതിരിയല്ല. 5G ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഫോൺ വിളിക്കുമ്പോൾ. ചില ഫോൺ 5G എന്നൊക്കെ പറയും, പക്ഷെ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ 3G to 4Gൻ്റെ ഓഡിയോ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ 5Gൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. T4X T3Xന് ഇതിന് മുമ്പാണ് T3X T3 ലൈറ്റൊക്കെ ഇറക്കിയത്. ഇപ്പോൾ T4X പുതിയത് ഇപ്പോൾ ഇറക്കിയതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ എന്നൊക്കെ പറയാം. പിന്നെ 4K വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഐഫോണിൻ്റെ അത്ര വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഐഫോണിൻ്റെ അതേമാതിരി പിക്ചർ ക്വാളിറ്റി കിട്ടും. ഐഫോൺ, സാംസങ് ചില ഫോണിലൊക്കെ 4K, മറ്റേ ഫുൾ HD വരുന്നു. ഇത് സാധാരണ ഇപ്പോൾ അധികം ഫോണിലും ഫുൾ HD ഉണ്ടാവുള്ളൂ വരുന്നത്. ഇതിലിപ്പോൾ 4K അവർ കൊടുത്തിട്ടുണ്ട്. T3 ലൈറ്റിലൊക്കെ ഫുൾ HD ഒക്കെ തന്നെ ഉള്ളൂ. T4Xൽ ഇപ്പോൾ 4K റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ. MB പിന്നെ 1080p 4K എന്നാണ് പിന്നെ. പക്ഷേ ക്യാമറ ലെൻസ് 1 മുതൽ സ്റ്റാർട്ടിങ്. ശരിക്കും ഐഫോണിൻ്റെ മാതിരി പോയിൻ്റ്, സാംസങ് പോയിൻ്റ് 2 എന്നൊക്കെ പറഞ്ഞു വരുന്നത്. നല്ല കുറച്ചും കൂടി ബാക്ക് കിട്ടും. ബാക്കിൽ 2 ക്യാമറ, പിന്നെ ഫ്ലാഷ് ലൈറ്റാണ്.